സ്വർണം എത്തിയത് എവിടെ നിന്നാവും? സ്വർണം, പ്ലാറ്റിനം, യുറേനിയം തുടങ്ങിയ ഹെവി മൂലകങ്ങൾ ഭൂമിയിലെത്തിയതിനെപ്പറ്റി അന്നും ഇന്നും ശാസ്ത്രജ്ഞർക്ക് കൃത്യമായ ഉത്തരമില്ല. താരതമ്യേന ഭാരം കുറഞ്ഞ ലോഹങ്ങൾ പ്രപഞ്ചത്തിലെ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് കൂട്ടിയിടികളിലൂടെയും മറ്റും ഭൂമിയിലെത്തിയപ്പോൾ ഹെവി മൂലകങ്ങളുടെ കാര്യത്തിൽ ഈ നിഗമനത്തിലെത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതിന് ഒരു ഏകദേശ ധാരണ ലഭിച്ചിരിക്കുകയാണ്. ഇതാകട്ടെ ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ പ്രബന്ധത്തിൽ നിന്നും, അതും ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥിയുടെ പ്രബന്ധത്തിൽ നിന്ന്. കൊളംബിയ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ അനിരുദ്ധ് പട്ടേലാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. മാഗ്നെറ്റാഴ്സ് എന്ന അതിതീവ്ര കാന്തിക വലയത്തിനുള്ളിലുള്ള ഒരുതരം ന്യൂട്രോൺ സ്റ്റാർ ഭൂമിയിൽ സ്വർണ്ണമുണ്ടാകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് അനിരുദ്ധിന്റെ ഗവേഷണ റിപ്പോർട്ട്. ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പഠനം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്പേസ് ഡേറ്റകൾ അടിസ്ഥാനമാക്കിയാണ് അനിരുദ്ധ് തയ്യാറാക്കിയത് എന്നതാണ് ശ്രദ്ധേയം. ഒരു നക്ഷത്രം അതിന്റെ അവസാനത്തോടടുക്കുമ്പോൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന സൂപ്പർനോവ എക്സ്പ്ലോഷനുകളെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ഉണ്ടാവുന്ന പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചത്തിലെത്തുന്ന കാന്തിക ശക്തി കൂടിയ അവശേഷിപ്പുകളാണ് മാഗ്നെറ്റാഴ്സ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായി പുറന്തള്ളപ്പെടുന്ന വേസ്റ്റ് കൂടിച്ചേർന്നുണ്ടാകുന്ന നക്ഷത്രങ്ങൾ. ദ്രവ്യത്തിൽ ഭൂരിഭാഗവും ന്യൂട്രോണുകളാണ് എന്നതിനാലാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. ഇവയുടെ കാന്തിക വലയത്തിന് ഭൂമിയുടേതിന്റെ ട്രില്യൺ മടങ്ങ് ശക്തിയുണ്ട്. ഉയർന്ന താപനിലയും ഇവയ്ക്കുണ്ടാകും. ഇവ പുറപ്പെടുവിക്കുന്ന മാഗ്നെറ്റാർ ഫ്ലെയേഴ്സ് എന്ന എനർജി കൂടിയ പ്രകാശ പാതയ്ക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലടക്കം സ്വാധീനം ചെലുത്താനുള്ള കഴിവുണ്ട്. ഈ ഫ്ലെയറുകൾ ഭാരം കൂടിയ മൂലകങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം എന്നാണ് അനിരുദ്ധിന്റെ പഠന റിപ്പോർട്ട് പറയുന്നത്. ഭൂമിയിലെ സ്വർണം, പ്ലാറ്റിനം, യുറേനിയം മുതലായ മൂലകങ്ങളിൽ 10% ഇങ്ങനെ ഉണ്ടായതാകാമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. അതായത് പ്രപഞ്ചത്തിലെ സ്വർണ്ണപ്പണിക്കാരിൽ പ്രമുഖൻ മാഗ്നെറ്റാഴ്സ് ആണെന്ന്. ഇനി നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടാകുന്ന വെറും വേസ്റ്റ് ആണെന്ന് കരുതി അങ്ങനെ തള്ളിക്കളയാനാകില്ല മാഗ്നെറ്റാഴ്സിനെ. അവിശ്വസനീയമായ തരത്തിൽ സാന്ദ്രത കൂടിയ നക്ഷത്രങ്ങൾ കൂടിയാണിവ. മാഗ്നെറ്റാഴ്സിൽ നിന്നുള്ള ഒരു ടീസ്പൂൺ ദ്രവ്യം എടുത്താൽ അതിന് ഭൂമിയിൽ ബില്യൺ കണക്കിന് ടൺ ഭാരമുണ്ടാകും. ആന്തരിക സമ്മർദ്ദം ശക്തമാകുമ്പോൾ ഇവയുടെ പുറന്തോടുണ്ടാക്കുന്ന വിള്ളലുകളാണ് യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച മാഗ്നെറ്റാർ ഫ്ലെയറുകൾ ഉണ്ടാക്കുന്നത്. സ്റ്റാർ ക്വേക്സ് എന്നാണ് ഇവയ്ക്ക് പേര്. ആയിരക്കണക്കിന് പ്രകാശവർഷം അകലെ നടക്കുന്ന പ്രതിഭാസമാണെങ്കിലും ഭൂമിയിൽ നിന്ന് പോലും കാണാവുന്നത്ര ശക്തമായിരിക്കും ഇവ. ഇങ്ങനെ നടക്കുന്ന സ്റ്റാർ ക്വേക്സ് ഹെവി മൂലകങ്ങളുടെ ഉൽപ്പാദനം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കും എന്നാണ് അനിരുദ്ധും സംഘവും തങ്ങളുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. 2017 ഇത്തരത്തിൽ 2 ന്യൂട്രോൺ സ്റ്റാറുകൾ കൂട്ടിയിടിച്ച് ഹെവി മൂലകങ്ങൾ രൂപപ്പെട്ടതായി നാസ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത്യപൂർവമായി മാത്രം നടക്കുന്ന പ്രതിഭാസമായതുകൊണ്ട് തന്നെ ഭൂമി ഉണ്ടായ സമയത്ത് തന്നെ സ്വർണം പോലുള്ള മൂലകങ്ങളും ഉണ്ടായി കാണണമെന്ന വാദങ്ങൾ അന്ന് നാസ തള്ളി. പക്ഷേ മാഗ്നറ്റിക് ഫ്ലെയറുകൾ സാധാരണമായതുകൊണ്ടും ഭൂമി ഉത്ഭവിക്കുന്ന കാലത്ത് ഇവ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ ആയതുകൊണ്ടും ഇവയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അനിരുദ്ധിന്റെ പഠനം. മാഗ്നറ്റിക് ഫ്ലെയറുകളിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ മൂലകങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാവുന്ന സാധ്യതകളാണ് അനിരുദ്ധ് ആദ്യം പരിശോധിച്ചത്. റാപ്പിഡ് പ്രോസസ് എന്ന പ്രക്രിയ വഴി ഇത് സാധ്യമാകുമെന്ന നിഗമനത്തിലേക്ക് അനിരുദ്ധ് എത്തുന്നത് അങ്ങനെയാണ്. സൂപ്പർനോവ പോലുള്ള വലിയ പൊട്ടിത്തെറിയുടെ സമയത്ത് ന്യൂട്രോണുകൾ ഭാരം കുറഞ്ഞ മൂലകങ്ങളെ ഭാരമേറിയവയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് റാപ്പിഡ് ന്യൂട്രോൺ ക്യാപ്ചർ പ്രോസസ് എന്ന പ്രോസസ്. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ പീരിയോഡിക് ടേബിളിലേക്ക് ഒന്ന് നോക്കാം. ഭൂമിയിലുള്ള ഏത് വസ്തുവിൻ്റെയും അടിസ്ഥാന ഘടകമാണല്ലോ ആറ്റം. ഒത്ത നടുക്ക് പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ഘടകങ്ങൾ അടങ്ങിയ ന്യൂക്ലിയസും ഇതിനെ ചുറ്റി ഇലക്ട്രോണുകളും അടങ്ങുന്നതാണ് ആറ്റത്തിന്റെ ഘടന. ഒരു മൂലകത്തിന്റെ ഐഡന്റിറ്റി തീരുമാനിക്കുന്ന ഘടകമാണ് പ്രോട്ടോണുകൾ. ഹൈഡ്രജന് 1 പ്രോട്ടോൺ, ഹീലിയത്തിന് 2, ലിഥിയത്തിന് 3 എന്നിങ്ങനെ പോകുന്നത്. ന്യൂട്രോണുകൾ ആറ്റത്തിന്റെ ദ്രവ്യത്തെയാണ് സ്വാധീനിക്കുന്നത്. ഓരോ ആറ്റത്തിനും കൃത്യം കണക്കിൽ ന്യൂട്രോണുകൾ ഉണ്ടാകും. അതിലൊന്ന് കുറഞ്ഞാലോ കൂടിയാലോ മൂലകങ്ങളിൽ വ്യത്യാസവും വരും. ഉദാഹരണത്തിന് സ്വർണത്തിന്റെ ആറ്റത്തിലേക്ക് 1 ന്യൂട്രോൺ കൂടി അധികമായി എത്തിയാൽ അത് മെർക്കുറിയായി മാറും. ഇത്തരത്തിൽ മാഗ്നറ്റിക് ഫ്ലെയറുകൾ സംഭവിക്കുന്ന സമയത്ത് ആറ്റങ്ങൾ നിരവധി ന്യൂട്രോണുകളെ കൂട്ടിച്ചേർക്കുന്നതിന് സാധ്യതയേറും. അങ്ങനെ നിലവിലുള്ള ഭാരം കുറഞ്ഞ മൂലകങ്ങൾ ഭാരം കൂടിയ മൂലകങ്ങളായി മാറുകയും ചെയ്യും. ഇങ്ങനെയാകാം സ്വർണവും യുറേനിയവും ഭൂമിയിൽ ഉണ്ടായത് എന്ന സാധ്യതയാണ് അനിരുദ്ധിന്റെ പഠനം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതേ കണ്ടെത്തൽ 2017 നാസയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ന്യൂട്രോൺ സ്റ്റാർ കൂട്ടിയിടികൾ പ്രപഞ്ചമുണ്ടായതിന്റെ ആദ്യകാലത്ത് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതിനാൽ അത് സാധൂകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ മാഗ്നറ്റിക് ഫ്ലെയറുകൾക്ക് ഈ കൂട്ടിയിടികളിലൂടെ ഉണ്ടാകുന്ന തരത്തിൽ ന്യൂട്രോണുകളെ പുറന്തള്ളാൻ കഴിയുമെന്നതിനാൽ അതിന് സാധ്യതയുണ്ടെന്നാണ് അനിരുദ്ധിന്റെ പഠന റിപ്പോർട്ട് പറയുന്നത്. അനിരുദ്ധിനൊപ്പം പ്രാഗിലെ ചാൾസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ജക്കൂബ് കഹൂലയും ഒഹയോ യൂണിവേഴ്സിറ്റിയിലെ ടോർ തോംസണും ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പഠന റിപ്പോർട്ട് ശാസ്ത്രലോകത്തെ നിർണായക വഴിത്തിരിവായാണ് കണക്കാക്കുന്നതെങ്കിലും ഇതിൽ കൂടുതൽ പഠനം നടത്താനാണ് നാസയുടെ തീരുമാനം. 2027 നാസ ലോഞ്ച് ചെയ്യാനിരിക്കുന്ന കോസൈ എന്ന ഗാമ ടെലിസ്കോപ്പ് വഴി ഇതിൽ കൂടുതൽ ഇൻപുട്ടുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. മാഗ്നറ്റിക് ഫ്ലെയറുകളിലൂടെ പുറന്തള്ളപ്പെടുന്ന കണികകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനാകുന്ന ടെലിസ്കോപ്പാണിത്. ശാസ്ത്രലോകത്തെ മറ്റ് പല നിർണായക കണ്ടെത്തലുകളും കോസൈയിലൂടെ കണ്ടെത്താനാകുമെന്നാണ് നാസയുടെ നിഗമനം.